ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ പ്രകാശന്റെ അമ്മ ഭാനുമതി അമ്മ പ്രകാശനെ തള്ളിക്കളയുകയാണ്. എന്നിട്ട് അവിടെ തന്നെ, അതായത് ആ വൃദ്ധസദനത്തിൽ തന്നെ, കല്യാണി സംരക്ഷണം നൽകുന്ന ആ വൃദ്ധസദനത്തിലെ ഭാനുമതി അമ്മ തങ്ങാൻ തീരുമാനിക്കുന്നുണ്ട്. അപ്പൊ പ്രകാശം പറയാണ്, നീ എനിക്ക് എന്നും ശത്രു തന്നെയാണടി എന്ന് കല്യാണിയുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ട് ഭാനുമതി അമ്മയോട് പറയുന്നുണ്ട്, ഇവളെ സ്നേഹിക്കുന്ന ആരായാലും എനിക്ക് ശത്രു തന്നെയാണ്, അപ്പൊ അമ്മയും ശത്രുവാണ് എന്നും പറഞ്ഞുകൊണ്ട് പ്രകാശൻ അവിടെയൊന്നും പോകുന്നുണ്ട്. എന്തായാലും പ്രകാശൻ നേരെ പോകുന്നത് വിക്രത്തിന്റെ കരികിലേക്കാണ്, കൂട്ടുകാരന്മാരെ കരികിലേക്കാണ്. അവരോട് പറയുന്നുണ്ട്, എന്തായാലും ആ കല്യാണിയെ മാത്രമല്ല, കല്യാണിയുടെ അമ്മയെയും കാർത്തികയുടെ അമ്മയെയും എല്ലാവരെയും നശിപ്പിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതേ സമയത്ത് കല്യാണിയാണെങ്കിൽ കല്യാണിയോടായിട്ട് ഭാനുമതി അമ്മ പറയുന്നുണ്ട്, മോളെ ഇനിയിപ്പോൾ അവർ എത്ര കോടീശ്വരന്മാരായി കഴിഞ്ഞാലും, ആ പ്രകാശന്റെ മകൻ എത്ര കോടീശ്വരന്മാരായി കഴിഞ്ഞാലും ഞാൻ അവരെ കൂടെ പോകില്ല, ഞാൻ മോളുടെ കൂടെ തന്നെ നിൽക്കുകയുള്ളൂ എന്നിങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം കല്യാണി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് കാദംബരിയോടും ദീപയോടും ഈ ഒരു കാര്യം പറയുകയാണ്. അപ്പൊ കാദംബരി പറയുന്നുണ്ട്, അത് അവരുടെ അടവായിരിക്കുമെന്ന് പറയുമ്പോൾ ദീപ പറയാണ്, അത് ശരിയാണ്, കാദംബരി പറഞ്ഞത് ശരി തന്നെയാണ്, അവർക്കിപ്പോൾ കിടക്കാൻ ഒരു തല ചായ്ക്കാൻ ഒരു ഇടമില്ല, അതുകൊണ്ട് മോളോട് സ്നേഹം കാണിച്ചേ തീരൂ, അതുകൊണ്ട് അവർ നടത്തിയ ഒരു അടവ് തന്നെ ആയിരിക്കും മോളെ ഇത് എന്നൊക്കെ അങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭാഗമൊക്കെയാണ് നാളത്തെ പ്രൊമോ ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക്